ഹായ് ഹലോ എവ്രി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു കൊച്ച് കണ്ടൻറ്റൊക്കെ അടയ്ക്കുള്ള കുറച്ച് സമയത്തെ വിശേഷങ്ങളൊക്കെ അടയ്ക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാലാതിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, ശരിയാവും നമ്മുടെ ഈ വീഡിയോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് എന്താ പറയുന്നത് ചോളാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് ചോളാൻ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടട്ടാ. അങ്ങനെ ചോളാനൊക്കെയാണ് രാവിലെ ഉണ്ടായിരുന്നത് കേട്ടോ തിന്നാൻ. എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാവരും അതിനെ കഴിച്ചു. പിന്നെ ഒരു ഉച്ചക്ക് വിചാരിച്ച് കുറച്ച് എന്താ പറയുന്നത് കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ചിക്കൻ കറി അങ്ങനെ തന്നെയാണ്. പിന്നെ വെണ്ടക്ക അതിനെന്താ പറയുക, വെണ്ടക്ക എന്ന് തന്നെയാണ് നമ്മളുടെ പറയൽ, വെണ്ടക്ക എന്നാണ് കേട്ടോ. അതുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഏട്ടത്തി ഉണ്ടാക്കുന്നതാണ്. ഫുള്ള് ക്രെഡിറ്റ് ഒക്കെ കേട്ടോ. പിന്നെ ഞാനിതിങ്ങനെ വോയിസൊക്കെ കൊടുത്തിട്ടിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾക്ക് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ചിക്കൻ കറിയൊക്കെ റെഡിയായി ഗൈസ്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ. അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ അപ്പോഴേക്ക് അവൾ വറവ്, പിന്നെ എന്താ പറയുന്നത് വൈകുന്നേരത്തേക്ക് പക്കവട ഇന്നലെ പറയുന്നുണ്ട് ഉണ്ടാക്കണം. അങ്ങനെ അവൾ ഇപ്പോഴേ കുഴച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അത് ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതാ രാവിലെ കടലച്ചോറിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് തിന്നണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോളാനുണ്ടാക്കിയത്. പിന്നെ രാവിലെ പ്രത്യേകിച്ച് കടലച്ചോറാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇത് അവൾ നനക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. പണിയൊക്കെ ഏകദേശം സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് ലൈറ്റൊക്കെ ആവും പണി എടുക്കാനൊക്കെ. പിന്നെ വേഗം തന്നെ ആവും കേട്ടോ. വേഗം എടുക്കുന്ന സമയത്ത് വേഗം ആകും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു പണിയൊക്കെയായി. പിന്നെ അങ്ങനെ ഓരോ പണിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഉമ്മ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇതിപ്പം വീഡിയോ ഓളാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. ഞാനപ്പുറം എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും. സ്കൂളിലെത്തപ്പോൾ ഉറക്കം ഭയങ്കരമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ സ്കൂളിൽ പോകുന്ന ടൈം ഉറക്കമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം ഓളതിൻ്റെ ഇടയിൽ പപ്പങ്ങായി തന്നെയാണ് പറയൽ, പപ്പായ. അത് മുറിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ചില ആൾ പൈക്കുന്നതനുസരിച്ചിട്ട് ചില ആൾ എടുത്തിട്ട് തിന്നു. അങ്ങനെയാണ്. അങ്ങനെ നല്ല ചോറും അടിപൊളി ചിക്കൻ കറിയും വെണ്ടയ്ക്ക വറവും അങ്ങനെയൊക്കെയാണ് പറയാൽ. ഇങ്ങനെ നമ്മളിങ്ങനെ വെണ്ടയ്ക്ക വറവെന്നൊക്കെ പറയട്ടോ. നിങ്ങളൊക്കെ അവിടെ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത് ഉമ്മ പച്ചമുളക് താഴെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ പറയൂ താഴെ ഇടേണ്ട, പ്ലേറ്റിൽ തന്നെ വെക്കുന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതാ ഓളിങ്ങനെ പപ്പങ്ങായൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നെ വിശക്കുമ്പോൾ എടുത്തിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാം ഉമ്മ ഫുഡ് കഴിക്കാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു കൂട്ടാം. നിസ്കാരം, കുളി അങ്ങനെയൊക്കെ കഴിയും. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ഇത് ഞാൻ എന്നിട്ട് ഫ്രൈ ആക്കുന്ന വളരെ നീതാക്കുന്ന ഓളിങ്ങനെ പാല് വെച്ച് തന്നിട്ട് സൈഡിൽ. അപ്പോൾ നല്ലൊരു അടിപൊളി എന്നിട്ട് ഓള് ശരിക്കും ഉണ്ടാക്കാന്ന് വെച്ചാൽ പക്കവടയാണ് കേട്ടോ. പക്കവടയാ അല്ല എന്തിപ്പോൾ കോഴിയപ്പാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മഗ്‌രിബിൻ്റെ ടൈമാകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലിക് ദിനാർ കാസർഗോഡ്. ഇങ്ങനെ നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരുന്നു കേട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ എന്താക്കുന്നത് ചളി എത്തിച്ചിട്ട് പോകുമ്പം ഷോപ്രിക്സിലേക്ക് പോയിട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കയറിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പര എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാൻ കഴിച്ച് എന്ത് പറയുന്നതെന്നൊക്കെ. പിന്നെ സ്കൂളിൽ എന്ന് വെച്ചാൽ പെന്ന് വേഗം മഷി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വിചാരിച്ച് ഒരു പെന്നെടുക്കാം. നമ്മൾക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള പെന്നുണ്ട്. അപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഗായ്സ്. അവർ താഴെ ഫുള്ള് ഷോപ്പിംഗ് അങ്ങനെയൊക്കെയാണ്. ഗ്രോസറി ഐറ്റംസ് അങ്ങനെ പർച്ചേസ് ആക്കാണ്ട് നമ്മളുടെ മീത്ത് വന്നിട്ട് പെന്നൊക്കെ നോക്കിയിട്ട് എടുക്കാനിട്ട്. പിന്നെ പെന്ന് അവിടെ തന്നെ എഴുതിയിട്ടൊക്കെ നോക്കുന്നുണ്ട് ഗൈസ് ഇവൾ. പിന്നെ പരിയിലെത്തുമ്പോൾ പറ്റില്ലെങ്കിൽ പിന്നെ അതിൽ പോകാനൊന്നും കഴിയില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ പെന്നൊക്കെ ഓരോന്ന് നോക്കി എടുക്കാമെന്ന്. കൈമൊരു ടിഷ്യൂ ഉണ്ട് ഗൈസ്, അത് അതിലേക്ക് പരച്ചിട്ട് നോക്കാന്നിട്ടാ. അത് ഇങ്ങനൊക്കെ കയ്യലുണ്ടോ? ഇതാ എൻ്റെ ഫേവറേറ്റ് പിന്നെ ഗൈസ് കാര്യം നോക്കണം. എയ്ത്തിൻ്റെ കാര്യം അപ്പം എൻ്റെ ഫേവറേറ്റ്. പിന്നെ നമുക്ക് വേറൊരു പെണ്ണെടുക്കും. ഇതെങ്ങനെയുണ്ട്? ബ്ലാക്ക് യൂതൊക്കെ പ്രാവശ്യം ഓറഞ്ച് എടുക്കാം. രണ്ടും ഗ്രീൻ നോ ദാറ്റ് ഈസ് പച്ചയെല്ലാം എല്ലാവർക്കും ഉണ്ട് ക്ലാസ്സിൽ. ബ്ലൂ അപ്പം പറ്റുന്നില്ല ഈ വർട്ടിക്കും. രണ്ട് പെന്നൊക്കെ മതി. ഇതാ പിടിച്ചു. വേണ്ട മൂന്നെടുക്കാം. മൂന്നായി
ആ നമുക്ക് രണ്ടുമാണ്. അക്ക് രണ്ടുമാണ്. ആ വേണം എനിക്ക് അങ്ങനെ അവിടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ അങ്ങനെ അവിടെ ചെരുപ്പിൻ്റെ പീടൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്ലിക്സിൽ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് നോക്കാണ്ട് എടുക്കലൊന്നും ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ ബുക്ക് പെന്നൊക്കെ വാങ്ങിയിട്ടാ. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് നമ്മൾ നേരെ പോരയിലേക്ക് വന്നിട്ട് നമ്മൾ ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കി. നമ്മൾ രാസിൻ്റെതായിട്ട് അങ്ങനെ ആക്കിയതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിൽ തന്നെ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച്. ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. ചില ആദ്യമായിട്ട് കാണുന്നതാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.